ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആരോപിച്ചാണ് ഹർജി. അയ്യപ്പ സംഗമം ധൂർത്തെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ വിമർശിച്ചപ്പോൾ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് കെ ശൈലജ തിരിച്ചടിച്ചു. ഈ മാസം 20-നാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം. ഇത് തടയണമെന്നാവശ്യപ്പെട്ടാണ് അയ്യപ്പ ഭക്തൻ ഡോക്ടർ PS മഹേന്ദ്രകുമാറിന്റെ ഹർജി. സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം. അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി നടപടി. അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ നിലത്ത് വെള്ളമൊഴിച്ചവരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. അയ്യപ്പന്മാര് വിരിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വെള്ളമൊഴിച്ച പാർട്ടികൾ, ആ ആളുകളാണിപ്പോ ലോകമെമ്പാടും നിന്നും ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് 2 കോടി രൂപ ചെലവഴിച്ചിട്ട് എന്ത് വികസനം ചർച്ച ചെയ്യാനാ പോകുന്നു? ഇത് ധൂർത്തല്ലേ? ശബരിമല അന്താരാഷ്ട്ര പ്രസക്തിയുള്ള തീർത്ഥാടന കേന്ദ്രമാവുകയാണെന്ന് കെ ശൈലജ പ്രതികരിച്ചു. ഇതിലെന്താ ധൂർത്തുള്ളത്? യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഗവൺമെന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഭക്തരെ പല തട്ടുകളായി തിരിക്കുന്ന പരിപാടിയാണ് അയ്യപ്പ സംഗമമെന്ന് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, ദില്ലി.